പരിശുദ്ധ ഖുർആനിൽ ഏതായാലും അവർക്ക് അതിന് സാധിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരായത്ത് കൊണ്ട് മൗലിദാഘോഷം നടത്താൻ പാടില്ല, അത് തെറ്റാകുന്നു, അത് അനാചാരമാകുന്നു എന്ന് സ്ഥാപിക്കുന്ന ഒരൊറ്റ ആയത്ത് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഇതുവരെ കേരളത്തിലെ മുജാഹിദുകൾക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഇവിടെയും അതിന് കഴിഞ്ഞിട്ടില്ല. ശരി, അപ്പോ അലവി സഖാഫി എന്ത് കേട്ടാ മറുപടിക്ക് വന്നത്? അങ്ങനെ ചോദിക്കണല്ലോ. മറുപടിക്ക് വരുമ്പോ നമ്മൾ നടത്തിയ പരിപാടികളിൽ നിന്ന് കേൾക്കണ്ടേ? ഇപ്പോ ഫൈസൽ മൗലവി ഈ ഉള്ളവനൊക്കെ ആ 4 മണിക്കൂറിൽ അപ്പുറമുള്ള സംഗതി അരികും മൂലി കേട്ടപ്പോ ഈ പണിക്ക് വന്നത്. അദ്ദേഹം ആ പണി ചെയ്തിരുന്നെങ്കിൽ പൊന്നാർ അലവി സഖാഫി എത്ര ആയത്തോതി. പക്ഷേ ആയത്തുകൾ നിങ്ങളെ കണ്ണുകൾ തുറപ്പിക്കില്ല, നിങ്ങളെ കാതുകളിൽ മുഴങ്ങൂല, നിങ്ങളെ മനസ്സതിന് ശ്രദ്ധ കൊടുക്കൂല. കാരണം ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ച് ഈ അനാചാരത്തെ വെളുപ്പിക്കാൻ നടക്കുന്നവരാണ് നിങ്ങൾ. വേണമെങ്കിൽ ഒരു ആയത്ത് ഓതിത്തരാം, ഇങ്ങനെയാണല്ലോ ഞാൻ ചോദിച്ചാലേ. ഈ ആയത്ത് തെളിവല്ലെങ്കിൽ പറയും, ചിലപ്പോ തെളിവ് തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതാണ് നിങ്ങൾ എടുക്കേണ്ടത്. നിങ്ങൾ ഇവിടെ തന്നെ അംഗീകരിച്ചു, നബി ചെയ്തിട്ടില്ല. അവിടുന്ന് വിലക്കിയതാണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത്. എത്ര ആയത്തുള്ളത്? അപ്പൊ ആയത്ത് കൊടുത്തിട്ടില്ല എന്ന് പറയാ, എന്നിട്ട് ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ച് അനാചാരത്തിന് തെളിവുണ്ടാക്കുക. ഇനി അടുത്ത പരാതി കേട്ടു. ലക്ഷക്കണക്കായ ഹദീസുകൾ ഉണ്ടല്ലോ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകൾ. ആ ഹദീസുകളിൽ നിന്ന് ഒരൊറ്റ ഹദീസിലെങ്കിലും പറഞ്ഞോ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു, ജനങ്ങളെ എന്റെ മൗലിദാഘോഷം എന്ന ഒരു പരിപാടി നിങ്ങളാരും നടത്തരുതേ, അത് തെറ്റാണ്, അത് ബിദ്അത്താണ്, അത് അനാചാരമാണ്, അത് നരകത്തിലേക്ക് പോകുന്ന കാര്യമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒരൊറ്റ ഹദീസ് കാണിക്കാൻ കേരളത്തിലെ മുജാഹിദുകൾക്ക് സാധിച്ചിട്ടില്ല. അതൊക്കെ എന്നോ സാധിച്ചു, മനസ്സിലായില്ലേ? ഹദീസുകൾ പറഞ്ഞു സാധാരണക്കാർ ഇങ്ങോട്ട് പറയലോർത്തി. പക്ഷെ എന്താ പ്രശ്നം അറിയോ? മൂപ്പർക്ക് മൗലീദ് എന്നുള്ള വാക്ക് കിട്ടണം. അത് നല്ല പരിപാടിയാ. എന്നാ ശരി, ഒരാൾ പറയാ ഞാൻ കഞ്ചാവ് എന്ന് ഹദീസിൽ കണ്ടാലും ഒഴിവാക്കുള്ളൂ. അല്ല കഞ്ചാവ് അല്ലെങ്കിൽ പിന്നെ MDMA എന്ന് ഹദീസിൽ കണ്ടാലും ഒഴിവാക്കുള്ളൂ. അങ്ങനെ ഉണ്ടാവും ഒരു സംഗതി? ഇല്ല. മൊത്തത്തിൽ പറയും ഇന്നമ ഹറമ റബ്ബിയൽ ഫവാഹിഷ, വൃത്തികേടുകൾ അല്ലാഹു ഹറാമാക്കി. ആ വൃത്തികേട് ഇങ്ങനെ എണ്ണും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കുല്ലു ബിദ്അത്തിൻ ളലാല. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മീലാദ് മാത്രല്ല, മരണ വീട്ടിലെ ബിദ്അത്ത് പെട്ടു, എല്ലാ ബിദ്അത്തും പെട്ടു. തെളിവ് എത്ര തന്നു? ഇനി പിടിച്ചോളൂ. അത് ഫതുഹുൽ ബാരിയാണ്. ഫതുഹുൽ ബാരിയിൽ ഏതാ ഹദീസ്? മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. പുതിയതായ ഒരു കാര്യം നമ്മുടെ ഈ ദീനിന്റെ കാര്യത്തിൽ ഉണ്ടാക്കിയാൽ അത് തള്ളിക്കളയണം എന്ന് പഠിപ്പിച്ച ഹദീസ്. ആ ഹദീസിനെ കുറിച്ച് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയുന്നു, വഹാദൽ ഹദീസു മഅദൂദുൻ മിൻ ഉസൂലിൽ ഇസ്ലാം. ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമങ്ങളിൽ എണ്ണപ്പെടുന്ന ഹദീസാണ്. വഖായിദത്തുൻ മിൻ ഖവായിദിഹി, അതിന്റെ പ്രധാനപ്പെട്ട നിയമങ്ങളിൽ പെട്ടതാണ്. പിന്നെയോ അതുകൊണ്ട് തീർന്നില്ല. എന്താണ് ഫൈന്ന മഅനാഹു? അതിന്റെ മഅന മൻ ഇഖ്തറഅ ഫിദ്ദീൻ മാ ലാ യശ്ഹദു ലഹു അസ്ലുൻ മിൻ ഉസൂലിഹി. പിടിച്ചോ തെളിവ്. അസ്ലുൻ മിൻ ഉസൂലിഹി, അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യം ആര് പുതിയതായി ഉണ്ടാക്കിയാലും ഫലാ യൽതഫിത് ഇലൈഹി, തിരിഞ്ഞു നോക്കാൻ പാടില്ല. ഇവിടെ ജാഥക്ക് ആഹ്വാനം ചെയ്തു. അലവി സഖാഫി തിരിയാൻ തന്നെ പാടില്ല. അസിലില്ലാത്ത ഒരു കാര്യത്തിലേക്ക് തിരിയരുത്. ആര്? ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ്. ഇമാം നവവി റഹിമഹുല്ലാഹ് കേട്ടോളിയും. ഇമാം നവവി റഹിമഹുല്ലാഹ് മൻ അമില അമലൻ എന്ന ഹദീസ്, ആ ഹദീസിനെ പറ്റി പറയുന്നു. എന്താ പറയണറിയോ? വഹുവ മിൻ ജവാമിഇ ഇൽമിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി മൊത്തമായി പറഞ്ഞ ഒന്നാണിത്. അത് പറഞ്ഞാൽ തന്നെ മനസ്സിലാകും. ഫഇന്നഹു സ്വരീഹുൻ ഫീ റദ്ദി കുല്ലിൽ ബിദ്അ വൽ മുഖ്തറആത്ത്. ഉണ്ടാക്കപ്പെട്ട എല്ലാ അനാചാരങ്ങളും തള്ളപ്പെടേണ്ടതാണ് എന്ന് തെളിയിക്കാനുള്ള ഹദീസാണ്. തീർന്നില്ല, വീണ്ടും പറയുന്നു വഹാദൽ ഹദീസു മിമ്മാ യംബഗി ഹിഫ്ദുഹു വസ്തിഅമാലുഹു ഫീ ഇബ്താലിൽ മുൻകറാത്തി വഇശാഅത്തിൽ ഇസ്തിദ്ലാൽ ബിഹി. ബിദ്അത്തുകളെ പൊളിച്ചെടുക്കാൻ, നിർമാർജനം ചെയ്യാൻ, തുടച്ചു നീക്കാൻ മതിയായ തെളിവാണ് ഈ ഹദീസ്. മതിയോ? എത്ര പറഞ്ഞെന്നു മതിയാകൂല. കാരണം എന്തറിയോ? അനാചാരത്തിൽ ഊട്ടപ്പെട്ടവരാണ് നിങ്ങൾ, അതുകൊണ്ട് മതിയാകൂല. ശരി, അടുത്ത പേരുടെ കേട്ടു. ലക്ഷക്കണക്കായ സ്വഹാബികൾ ഇവിടെ ജീവിച്ചു പോയില്ലേ?
ഏതെങ്കിലും ഒരു സഹാബി പഠിപ്പിച്ചോ അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുജന്മം, ആ ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല, അവിടുത്തെ മൗലിദ് ഓതാൻ പാടില്ല, അവിടുത്തെ പ്രകീർത്തിക്കാൻ പാടില്ല, അവിടുത്തെ മൗലിദാഘോഷം നടത്താൻ പാടില്ല, അത് നരകത്തിലേക്ക് പോകുന്നതാണ്, അത് അനാചാരമാണ് എന്ന് പറഞ്ഞ ഒരൊറ്റ സ്വഹാബിയെ നമുക്ക് കാണാൻ കഴിയില്ല. അതിന് അലവി സഖാഫി അന്നത്തെ ഒരു സ്വഹാബിക്കായി ഏർപ്പാടുണ്ടാകണ്ടേ? ഒരു സ്വഹാബിക്ക ഉണ്ടാകണ്ടേ? ആ സ്വഹാബത്ത് ജീവിച്ചിരിക്കുന്ന കാലത്തും അതില്ല. ശരി. അപ്പൊ ഏത് സ്വഹാബത്ത്? അപ്പൊ സ്വഹാബത്ത് നിങ്ങൾ ഇത്തിബാ ചെയ്യണം, ബിദ്അത്തുണ്ടാക്കി പോകരുത്. നിങ്ങളിപ്പോ എന്തേ കാട്ടി? റബീഉൽ അവ്വൽ ഒരു മാസാക്കി, ഒരു മാസാക്കി നിങ്ങള് ബിദ്അത്ത് ഉണ്ടാക്കാൻ പാടില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എത്ര തെളിവ് വേണം? സ്വഹാബത്തിന്റെ എത്ര തെളിവ് വേണം? നിങ്ങൾ ആ സാറുകളെ പിടിച്ചോളിയും, ഫഖദ് കുഫീത്തും, അത് മതി നിങ്ങൾക്ക്, പൂർവികർ പ്രവേശിച്ച മാർഗത്തിൽ പ്രവേശിച്ചോളൂ. എത്ര തെളിവാ? തെളിവില്ല, തെളിവില്ല. തീർന്നില്ല. ഞാൻ അടുത്ത പേർക്ക് പോകട്ടെ. മദ്ഹബിന്റെ പ്രമുഖരായ 4 ഇമാമുകൾ ഇവിടെ കഴിഞ്ഞു പോയില്ലേ? അവരിൽപ്പെട്ട ഏതെങ്കിലും ഒരു മഹാൻ അവർ പറഞ്ഞതായി ഇവിടെ കാണിച്ചോ? റബീഉൽ അവ്വൽ മാസം ആഘോഷിക്കരുതേ, മൗലിദാഘോഷം നടത്തരുതേ, അത് ബിദ്അത്താണ്, അനാചാരമാണ്, നരക. കേട്ടില്ലേ? 4 ഇമാമുമാര്. പൊന്നാര അലവി സഖാഫി, എന്തിനാ നിങ്ങൾ ഇങ്ങനത്തെ മണ്ടത്തരം പറയും? ഞാൻ അതാലോചിക്കും. കാരണം എന്താ അറിയോ? 4ാമത്തെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഹിജ്റ 300-ന് മുമ്പ് മരിച്ചിട്ടുണ്ട്. അറിയിക്കണം. പിന്നെ എങ്ങനെ ഉണ്ടാകുക? ഹിജ്റ 300-ന്റെ മുമ്പ് വഫാത്തായി ആര്? 4ാമത്തെ ഇമാം. സാധാരണക്കാരെ ശരിക്കും ആലോചിച്ചോളൂ. ഇത് നിങ്ങളെ പറഞ്ഞ് പറ്റിക്കണത്. ഇത് ഉണ്ടാകുന്നത് എപ്പോഴാ? ഹിജ്റ 4-ാം നൂറ്റാണ്ട്. ഹിജ്റ 4-ാം നൂറ്റാണ്ടിൽ മരിച്ച ഒരു അയിമത്തുണ്ടോ? ഈ 4-ല് ഉണ്ടോ? ഇതെങ്ങനെ അയിമത്ത് കാണുക? അപ്പൊ ആ അയിമത്ത് മൊത്തത്തിൽ ബിദ്അത്തിനെതിരെ പറഞ്ഞു. അലവി സഖാഫി വായിച്ചു പഠിക്കുമെങ്കിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ ഉസൂലു സുന്നയെങ്കിലും ഒന്ന് വായിച്ചു പഠിക്കും. അതെങ്കിലും ഒന്ന് വായിച്ചു പഠിക്കും. ഈ പാള കിതാബ്, സൂഫി കിതാബ്, കള്ളക്കഥകളുടെ കിതാബ് വായിച്ച് നേരം കളയുന്നത് മാറ്റിവെച്ചിട്ട് നല്ല മുന്തിയ കിതാബുകൾ വായിക്കും. എന്നാ നന്നാവും ഇൻഷാ അല്ലാഹ്. മനസ്സിലായില്ലേ? പിന്നെ അതുമല്ല, ഇത് പറഞ്ഞിങ്ങനെ പൊലിപ്പിക്കുക അന്നുണ്ടോ? 4 അയിമ്മത്തിന്റെ അഖീദ ഒരു മര്യാദക്ക് പഠിച്ചുകൊള്ളു. ആ തീരുമാനാകും. അതെങ്കിലും ഒന്ന് പഠിക്കും. ശരി. ഇനി അടുത്ത ഇത് പാടില്ല എന്ന് പറയാനും തെളിയിക്കാനും ഒരൊറ്റ കിതാബിലെ ഇബാറത്തെങ്കിലും ലോകത്ത് നൂറ്റാണ്ട് മുമ്പ് വിരചിതമായ ലക്ഷക്കണക്കായ ഇമാമുമാർ എഴുതിയ കിതാബുകളുണ്ട്. ഒരൊറ്റ കിതാബിലെ ഉദ്ധരണി മൗലിദാഘോഷം പാടില്ല, അത് തെറ്റാകുന്നു എന്ന് പറയാൻ കഴിയുന്ന ഒരൊറ്റ ഇബാറത്ത്? ശരി, ഒറ്റ ഒന്ന് വർത്താനം കേട്ടാ ഒന്ന് കിട്ടിയ ഒപ്പെടുക്കും. അങ്ങനെയാണ്, ഒറ്റ ഒന്ന് കിട്ടിയാൽ മതി. എന്തിനാണ് അലവി സഖാഫി നിങ്ങൾ ഇങ്ങനെ ആളുകളെ കണ്ണിൽ ഊയി വാരിട്ട് പോയത്? എത്ര തവണ ഇമാം ഫാക്കിഹാനി റഹിമഹുള്ളയുടെ കിതാബ് വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ട് അല്ലേ? എന്തേ ഇങ്ങോട്ട് അല്ലാത്തത്? നിങ്ങൾ ന്യായീകരിക്കല്ലേ? ഇവിടെ ഇന്നും ഫൈസൽ മൗലവിയുടെ പിന്നെ പല പഴയകാല പണ്ഡിതന്മാരുടെ കാര്യങ്ങൾ വായിച്ചു. എല്ലാം ബിദ്അത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ലേ? ആ മുഖാമുഖത്തിൽ വായിച്ചില്ലേ? അതൊക്കെ ആ കിതാബ് എടുത്തുകാണ്ടും വിദ്യാർത്ഥികളെ എതിർക്കാൻ എഴുതപ്പെട്ട കിതാബ് എടുത്തുകാണ്ട് വിദ്യാർത്ഥി തെളിവുണ്ടാക്കുക. ഒന്ന് ആലോചിച്ചോക്കാം നിങ്ങൾ. എന്നിട്ട് ചോദിക്കാം എവിടെ കിതാബ്, എവിടെ കിതാബ്? കിതാബും കാണിച്ചു കൊടുക്കും. അപ്പൊ ഇതെന്താ സംഗതി അറിയോ? ഇത് ഇമാം മാലിക് റഹിമഹുള്ളയുടെ ആ ഉദ്ധരണി ഉണ്ടല്ലോ, അതിങ്ങിട്ട് ഇവർക്ക് തലവേദന ഉണ്ടാക്കിയിട്ട് അതിന്റെ അരിശം തീർക്കാണ്. അതാണ് ഇങ്ങനെയൊക്കെ മൂപ്പര് പറഞ്ഞിട്ട് അവസാനം എത്ര കൊടുക്കുക തന്നെയാണ് കേട്ടോ. സഹോദരന്മാരെ, ആകെ പറഞ്ഞത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഇല്ലാത്ത ഒരു ഉദ്ധരണിയാണ് പറഞ്ഞത്. അതിന്റെ അവസ്ഥ ഇവിടെ ചർവണം നടത്തപ്പെട്ടു കഴിഞ്ഞു. ഇനി ഞാൻ അതിലേക്ക് കടക്കേണ്ടതില്ലല്ലോ. ആവശ്യമില്ല. ചർവണം നടത്തപ്പെട്ടു കഴിഞ്ഞു. നിങ്ങളൊന്നും മിണ്ടണങ്ങളും ഉണ്ടായിരുന്നാ മതി. ഇവരെന്താ കരുതി അറിയോ? ഇമാം മാലിക് റഹിമഹുള്ളയുടെ ഈ ഉദ്ധരണി ഇങ്ങനെ നമ്മളതെടുത്ത് ഇങ്ങനെ ബിദ്അത്തിന് അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇവർക്ക് തോന്നി നമുക്കൊരു ഉണക്ക കൊമ്പ് എടുത്തുകാണ്ട് ഒരു ഉറങ്ങിയ ചുള്ളി എടുത്തുകാണ്ട് വെറുതെ ഒന്ന് മുട്ടി നോക്കാം, ഒന്നിങ്ങനെ മുട്ടി നോക്കാം. അപ്പൊ അത് മുട്ടാൻ വേണ്ടി ഒരു മുത്തഅല്ലിമിനെ പറഞ്ഞയച്ചു. അതപ്പൊ അന്നുണ്ടായത് ഒന്നിങ്ങനെ മുട്ടി നോക്കാം. അപ്പൊ മുത്തഅല്ലിമ് പുറത്ത് ട്യൂഷൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ട്യൂഷൻ ക്ലാസ് എടുക്കാനുള്ള ആൾക്കാർ പുറത്തുണ്ട്. അതുപോലെ പുറത്തുനിന്ന് കൊടുക്കുന്ന ട്യൂഷൻ ക്ലാസ് വെച്ചിട്ട് ഈ ഉണക്ക മുട്ടിയോണ്ട് ഇങ്ങനെ മേടി നോക്കിയപ്പോഴോ ഇതൊരു ഇരുമ്പ് ദണ്ടാണ്. അതാ രസം. ഇത് പച്ചക്കൊമ്പും അല്ല, ഇത് ഇരുമ്പ് ദണ്ടാണ്. അതല്ലേ സർവ്വ നടത്തിയപ്പോ കിട്ടിയത്. എന്ത് നിങ്ങൾ ഇവിടെ പറഞ്ഞത്? ഇമാം മാലിക് റഹിമഹുള്ളക്ക് അതും അല്ലാത്തതൊക്കെ ഉണ്ട്, പക്ഷേ ആ പറഞ്ഞ കിതാബുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത്തരല്ലേ നിങ്ങളും പറഞ്ഞത് അല്ലേ? എന്തേ കൂട്ടരെ കിട്ടിയത്? ഇമാം മാലിക് റഹിമഹുള്ള അന്നാ പറഞ്ഞത്
അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്ത് വെച്ച് പറഞ്ഞ ഉദ്ധരണി ഉണ്ടല്ലോ, ആ ഉദ്ധരണി ഒരു ഇരുമ്പ് ദണ്ഡാണ്. അതുകൊണ്ട് അന്ധവിശ്വാസങ്ങളെ അടിച്ചമർത്തുക തന്നെ ചെയ്യും, ഒരു സംശയമില്ല. ഞാൻ എന്ത് കള്ളപ്പണി കുറുക്ക് വഴിയിലൂടെ എടുത്താലും ഇമാമുമാരുടെ ആ നിലപാടുകൾ മുറിഞ്ഞു പോകില്ല, അത്രേ പറയാനുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അതിനാണ് നിങ്ങളിത് ഉരുട്ടിപ്പാക്കി കൊടുക്കുന്നത്, അതാണ് നിങ്ങൾ ഓടി വരാനും കാരണം, വേറൊന്നുമല്ല. ഇല്ലെങ്കിൽ ആലവി സഖാഫി, ഇനി ആലവി സഖാഫിനെ കുളത്തിട്ട് വലിച്ചോക്കാണ് വരും തോന്നുന്നില്ല.